ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ട്. സോ നിങ്ങൾ മീഡിയത്തിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന്. ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, when I look back, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്, ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എൻ്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല, വൈ ആം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. അതിൽ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് shut everyone's mouth, or like I always say, internet is a different world altogether. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസിൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ. ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഐ തിങ്ക് എന്താ പറയാ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമില്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലർ പറഞ്ഞു കിട്ടാണ്ട് വരുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈ കിഷ്കിന്ധ കണ്ട് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് ആ മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. വൺസിനെ ഡെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പൊ അപർണയ്ക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ രുതിരം നമുക്ക് അത്തരത്തിലുള്ള ഒരു വൺസിനെ ഡെക്കേഡ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കാമോ? കിഷ്കിന്ധ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു ഫിലിമാണ്. അത് ആലോചിക്കും. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുതിരവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്ധാകാന്ഡാണെങ്കിലും രുതിരമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെയും ഭാഗമാകുന്നത്. എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള
ആ ക്യാരക്ടറിന് നമ്മൾ ഇതുവരെ കാണാത്തൊരു ശിവാജി ഗണേശൻ ഉണ്ട്, അല്ലെങ്കിൽ ലൂസിഫറിൽ ലാലേട്ടൻ ഡയറക്ട് ചെയ്തത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ആക്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ല, ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാതെ ലെയർ ചെയ്യാൻ പറ്റും. സോ എപ്പോഴെങ്കിലും മമ്മൂക്കേനെ അങ്ങനെ പ്രസന്റ് ചെയ്യാം റോ ആയിട്ട് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് നല്ല പേടിയാണ്. Actually, when I get involved with stars, I have that because I come from a non-cinema background. Even like I don't know how to convince the story. I'm a writer and director, so I do films in my own adjustments that I can do. I don't know whether I'll be able to do the star. If someday if I'm able, if I know, okay, if I know, I might try to. Till now that thought also doesn't come. I know that. പക്ഷെ എനിക്ക് പേടിയാ. എനിക്കറിയില്ല ലിജോ how well equipped he is with the stars and everything. I don't know. I don't even. I see human beings everybody is equal. That kind of a person. If he is a new actor or star actor, I don't know how to differentiate also. Because I come from a non-cinema background. So the moment I bring any actor who has, great body of work, I don't know maybe how to be, I don't know, maybe I don't know. So if I learn that somehow, if I have that skill someday, I might try to. Till then, that thought doesn't come to my head. For example, എനിക്ക് വേറെ പടത്തിൽ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഐ വിൽ ടെൽ അബൌട്ട് ഗരുഡഗമന ഋഷഭവാഹനം. ഗരുഡഗമന ഋഷഭവാഹനം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിന് ഇത്ര വലിയ ഹൈപ്പ് കിട്ടും. ആ ഒരു പടത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണത്. അതൊക്കെ എന്താ വേണം അത് ചെയ്യും. ഇപ്പോൾ ഗരുഡഗമന ഋഷഭവാഹന പാർട്ട് 2 ചെയ്യുമ്പോൾ എനിക്കറിയും നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടു എൻ്റെ പടത്തിൽ. അപ്പോൾ ടൈഗർ ഡാൻസ്, അപ്പോൾ ഓക്കെ ഐ മേക്ക് 50 tigers to dance. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം റിപ്പീറ്റ് ചെയ്തു, പക്ഷെ അതിൻ്റെ ഗ്രാൻഡിയർ ആഡ് ചെയ്തു. അങ്ങനത്തെ ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്കർക്ക് വി ആർ ലോസ്റ്റ് ഇൻ ദ ഗ്രാൻഡിയർ. മെനി എ ടൈംസ് ദ ഫിലിം ലൂസസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഹൈപ്പ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗ്രാൻഡിയർ ഓൾസോ. ഫോർ എക്സാമ്പിൾ, I did my first film in 23 lakhs. Second film had a little more budget. And if you give me 100 crores, building a set is a fun for me, right? Set കാണുമ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സിൽ പറയും വാവ് എന്താ ഇത് നല്ല പടം. So the moment I take a phantom camera and take slow motion shots, I keep on thinking that the film is coming out good. But when you pay 150 rupees and go inside the theater, you will watch the film simply. You are not bothered about the grandeur, you are not bothered about the slow motion shot. You will just see the film and think that okay, this film is working but this film is not working. ഹൈപ്പും പിന്നെ നമ്മുടെ ചില സമയത്തിൽ നമ്മുടെ സക്സസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, we try to imitate our own success. I think that becomes a biggest failure in a filmmaker's life, but that is something we need to take care of. This was never an action movie, first of all. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റഡ്, അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്. ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ
ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്ഡ് ഓർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. മലയാളത്തിലേക്ക് വരുമ്പോൾ ആദ്യം വില്ലൻ വേഷമായി വന്നു. അപ്പം ഓൾ ഓഫ് സഡൻ സാറിനൊരു ഹീറോ വേഷം മലയാളം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് സ്റ്റോറി കേട്ട സമയത്ത്? ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റോറി കേട്ടത് ഇത്. സോ ഐ വാസ് ദ പ്രോട്ടഗണിസ്റ്റ്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദീസ് ടു ക്യാരക്ടേഴ്സ്. സോ പിന്നെ എനിക്ക് ആക്ച്വലി വില്ലൻ വേഷം വന്നു. വില്ലൻ വേഷം വരുമ്പോൾ I didn't feel anything when this role come. Only thing was, I'm acting in a Malayalam film. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റോൾ വന്നിട്ടില്ല. വില്ലൻ വേഷം വരുമ്പോൾ ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ അത്ര വലിയ കമേഴ്ഷ്യൽ സെറ്റപ്പിൽ വില്ലൻ ചെയ്തിട്ടില്ല, ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ വില്ലൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു വേറെ സ്കിൽ സെറ്റ്സ് ഉണ്ട്. അത് എൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റും. സോ പൊട്ടിയാൽ ആക്ച്വലി ഡയറക്ടർ ആക്ച്വലി കറക്ഷൻ ചെയ്യും. എനിക്ക് if I didn't work as an actor, then I realized that okay, I don't, but I prepared myself as much as possible, and fortunately director had so much trust when I did that negative role. I prepared a lot there. Here I think I focused a lot on language because this was my first film, so I had to learn the language. When I did Turbo, my Malayalam was a little better actually then. But yeah, whenever a role comes, it's about every role actually for that matter. Well, I really think I am not a good actor, so I need to prepare a lot, or I need to think a lot, because I will think that okay, I'm not a good actor. Everybody thinks I'm a good actor, so this time also I need to fool them. That's how I think actually every time I approach a character. I'll try my best, because otherwise you might realize I'm a bad actor. That's what will be running in my head. That's all. Every mainstream actor wish to work with Mammootty and Vibha. So what are the things you will learn from him, or anything, any advice he gave you for your Malayalam? Yeah, I think it was my luck. എൻ്റെ ഭാഗ്യമാണ് അവരുടെ അടുത്ത് ആക്ടിങ് ചെയ്തത്. I have acted how he prepares for every character. അവരുടെ ചില ക്യാരക്ടേഴ്സുകൾ എടുത്തിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തു, എങ്ങനെ പ്രിപ്പയർ ചെയ്തു. അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ ഒരു അപ്രോച്ച് ഉണ്ട്. രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒരു ഫിസിക്കൽ അപ്രോച്ച്, ദെൻ ദേ അപ്രോച്ച് ദ ഇമോഷൻ, ഓർ ഇമോഷണൽ അപ്രോച്ച് വിച്ച് ഇസ് എ നാച്ചുറൽ അപ്രോച്ച്, ദെൻ ദേ ഗോ ടു ദ ഫിസിക്കാലിറ്റി ഓഫ് ഇറ്റ്. I think Mammootty sir is very thinking actor. He has a lot of thoughts when he approaches a character. So when he told so many things, I was very happy. I don't know whether I'm capable enough to implement that in my films, but let me try. Thank you. യൂഷ്വൽ ടെംപ്ലേറ്റ് ഉള്ള സിനിമയായിരുന്നില്ല, അതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. കുറെ ആളുകൾ ഇഷ്ടപ്പെട്ടു, കുറെ ആളുകൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ അത് അദ്ദേഹത്തിന് ഒരു 3 ആഴ്ചത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അത് കൊണ്ടുപോയിട്ട്. സോ രണ്ടുപേരും ആണ്. സോ ഒരു ഔട്ട് ഓഫ് ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക, അത് വർക്ക് ആവാണ്ടിരിക്കുക, അതിൽ നിന്ന് വരുന്ന അതിന്റെ ആഫ്റ്റർ മാത്ത്. ഹൗ യു സീ ദാറ്റ്? I think I would be very happy to discuss about my film. ഞാൻ ഒരു പടം ചെയ്തു, ടോബി. I think I had a lot of expectation which didn't happen in Karnataka. But Keralathil, everybody saw the film and accepted it very easily because of whatever you said, because of the anticipation people had in Karnataka. Keralathil adillaayirunnu. Many film goers didn't know who I am. So when they watched Toby plainly, it was a very simple film and they liked it. And in Karnataka that was not the case. Sometimes our previous work also will, we become ambitious many times as filmmakers. We want to do better, we want to do great. So sometimes it happens, sometimes it doesn't happen. That's not a problem at all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens. Sometimes wrong campaigning might happen. Sometimes we might get over-indulgent, self-indulgent.
But it can all happen. But we take the lesson and like, okay, noted, sir. We will try to do the best in the future coming days. That's all. സിനിമ ചെയ്തല്ലോ. അപ്പോൾ സാറ് സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? അപ്പോൾ ഇപ്പോൾ ടർബോ ആയാലും ഏത് പടമായാലും ഇപ്പോൾ ഒരു ക്യാരക്ടർ കൊടുക്കാൻ, ഇപ്പോൾ അഭിനയിച്ച് കഴിയുമ്പോൾ ക്യാരക്ടറിന് ഒരു കൊടുക്കാനുള്ള ഇൻപുട്ട് കണ്ടു. അപ്പോൾ സാറൊരു ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഇൻപുട്ട് കൊടുത്തത് ഓക്കെ ആയോ എന്ന് തോന്നാറുണ്ട്. അതായത് ഇനി കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നല്. So whenever I go to a set and if I'm not 100%, I don't think I'll walk out of that shot. At the point, I don't think I'll be able to excuse myself. So if ഇവരുടെ ഷൂട്ട് നമ്മുടെ ഇപ്പോൾ ഇവരുടെ ഷൂട്ടിൽ എൻ്റെ 100% എനിക്ക് കൊടുക്കും. Whatever I have, I need to give my 100%. Otherwise, I'm not doing enough justice to the price the audience pays for his ticket. It might look wrong, look bad, അത് വേറെ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു അത് after I watch I should have done better. I don't think അത് I need to after 5 years I might think I could have done better. But ആ 5 years എക്സ്പീരിയൻസിന് ആ ഐഡിയ വരും. പക്ഷെ ആ മൊമെന്റിൽ എനിക്ക് അത്ര മാത്രമേ അറിയത്തുള്ളൂ. So I know only that much. Whatever I have, I give the 100%. As I said, I don't think I'm a good actor. I think I'm a bad actor. So I need to do the very best so that people don't realize. So I try to do the very best. That's all. താങ്ക് യു എവരിവൺ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഡിസംബർ 13-നാണ് രുതിരം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒപ്പം ഇന്ന് വൈകുന്നേരം കൊച്ചി ലുലു മോളിൽ വൈകിട്ട് 6:30 നമ്മുടെ ടീമിന്റെ ഒരു സ്പെഷ്യൽ പരിപാടിയുണ്ട്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു. ഒപ്പം മറ്റൊരു ദിവസത്തിൽ ഇതിന്റെ പ്രിവ്യൂവിനും നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ആ ദിവസവും ഞങ്ങൾ അറിയിക്കാം. അതിനുശേഷവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് അറിയാം. പിന്നെ മറ്റൊരു അവസരത്തിൽ നമ്മുടെ താരങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മുടെ ഗോകുലം ഗോപാലൻ സാറാണ് ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം ഗോകുലം മൂവീസ് വഴി ഡ്രീം ബിഗ് ഫിലിംസ് നിങ്ങളിലേക്ക് എത്തുന്നു. ഒപ്പം നമ്മുടെ ഹോംബാലെ ഫിലിംസ്, ഫാസ്റ്റ് ഫിലിംസ് തുടങ്ങിയവരൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ആണ്. ഡിസംബർ 13-നാണ് തിയേറ്ററിൽ എത്തുന്നത്. സോ എല്ലാവരും തിയേറ്ററിലെത്തി കാണുക. ഒപ്പം നമ്മുടെ പ്രിവ്യൂ ഷോയിലും നിങ്ങൾ എത്തിച്ചേരുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ ടീം നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്നു. After all,